പ്രശ്നനാട്ട നമസ്കാരം. നമസ്കാരം. അതിരാവിലെ തന്നെ ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് സന്ദീപ് വാര്യർ പോയി കണ്ടിരിക്കുന്നത്. പാലക്കാട് വോട്ടെടുപ്പ് ദിവസമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നേരെ പല പത്രങ്ങളിലും പരസ്യങ്ങളൊക്കെ ഇടതു മുന്നണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജിഫ്രി മുത്തുക്കോയ അദ്ദേഹത്തെ പോയി കണ്ടതിൽ പിന്നാലെ എന്ത് ഗുണമാണ് അദ്ദേഹത്തിന് സന്ദീപിന് ഉണ്ടാവാൻ പോകുന്നത്? അത് രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ ഈ മതമേലധ്യക്ഷന്മാരെയും ആത്മീയ നേതാക്കളെയൊക്കെ പോയി കാണാറുണ്ട്, അത് പതിവാണ്. പക്ഷെ ഇന്ന് ഈ പാലക്കാട് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം സന്ദീപ് കണ്ടതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. ഇരിക്കട്ടെ, നമുക്ക് ആ രാഷ്ട്രീയത്തിലേക്ക് വരാം. സന്ദീപ് അവിടെ പോയിട്ട് ഈ നമ്മുടെ ഭരണഘടനയുടെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഇദ്ദേഹത്തിന് സമ്മാനിച്ചത്. അപ്പം അതൊക്കെ ചില സന്ദേശങ്ങൾ നൽകുന്നതാണ്. എന്തായാലും കോൺഗ്രസ് വളരെ സമർത്ഥമായിട്ട് അതൊരു മറ്റേ കയ്യെഴുത്ത് പ്രതി നൽകിയ പ്രധാന സന്ദേശമാണ്. ഒരു വളരെ കൃത്യമായൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മലപ്പുറത്ത് കഴിശ്ശേരിയിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വീട്ടിലെത്തിയാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്. പിന്നെ ഇത് സമ്മാനിച്ചു, കയ്യെഴുത്ത് പ്രതി ഭരണഘടനയുടെ സമ്മാനിച്ചു. എന്തായാലും മാധ്യമങ്ങളടക്കം രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വളരെ കൗതുകത്തോടും അതിലേറെ ജിജ്ഞാസയോടുമാണ് ഇദ്ദേഹത്തിൻ്റെ സന്ദീപ് വാര്യരുടെ ഈ വിസിറ്റിനെ, ഈ സന്ദർശനത്തെ കാണുന്നത്. അപ്പം മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുക എന്നതാണ് സമസ്തയുടെ സമീപനം എന്ന് ഇദ്ദേഹം പ്രതികരിച്ചു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചു. ഇവിടെ എന്നെ കാണാൻ പലരും വരാറുണ്ട്, പല രാഷ്ട്രീയ നേതാക്കളും വരാറുണ്ട്. സന്ദീപും വന്നു, പ്രത്യേകിച്ചൊന്നുമില്ല അതിനകത്ത്, ഒരു രാഷ്ട്രീയ നേതാവ് കാണാൻ വന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സന്ദീപ് പണ്ട് BJP-യിലായിരുന്നപ്പോഴും ഇവിടെ വന്നു, ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, അന്ന് അതിന് പറ്റിയില്ല, ഇന്നിപ്പോൾ വന്നു. പല BJP നേതാക്കൾ എന്നെ കാണാൻ വരാറുണ്ട്, അതിലൊന്നും ഒരു തെറ്റുമില്ല. രാജ്യത്തിന് നന്മ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ സ്വീകരിക്കും. അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ്. അത് എനിക്ക് ഞാൻ സമസ്തയ്ക്ക് നിലപാട് ഇത് മാത്രമേ ഉള്ളൂ. ഇത് രാജ്യത്തിന് നന്മ ചെയ്യുക, അങ്ങനെ നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഇവിടെ സ്വീകാര്യതയുണ്ട്, അവർക്ക് സ്വീകാര്യത ലഭിക്കും. അപ്പോൾ സന്ദീപ് നേരത്തെ BJP-യിലായിരുന്നപ്പോഴും സന്ദീപിന് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ സന്ദീപിന് BJP നിൽക്കുന്നതിനേക്കാളും കുറേ കൂടെ രാജ്യത്തിന് പ്രയോജനം ചെയ്യാൻ എനിക്ക് കോൺഗ്രസ്സിൽ വന്നാൽ സാധിക്കുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും സന്ദീപ് കോൺഗ്രസ്സിലേക്ക് വന്നത്. എന്തായാലും അയാൾ BJP-യിൽ നിന്നപ്പോഴും ഇവിടെ കോൺഗ്രസ്സിൽ വന്നപ്പോഴും ഒക്കെ നമ്മളെ കാണണമെന്ന് പറഞ്ഞാൽ വരാം, കാണാം, അതിലൊന്നും ഒരു എതിർപ്പുമില്ല. ഈ സമസ്തയുടെ നിലപാട് അതാണ്. സമസ്തയ്ക്ക് അതിനകത്ത് വേറെ എന്താ പറയേണ്ട രാഷ്ട്രീയമൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഏത് രീതിയിലാണ് ആളുകളുടെ മനസ്സിൽ സ്വാധീനിക്കാൻ പോകുന്നത് നമുക്ക് അല്ല, വരുന്നു വോട്ടെടുപ്പാണ്. അതിന് സന്ദീപിന്റെ വെർഷനും കൂടി പറയണമല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സന്ദീപ് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ എല്ലാം സന്ദീപിനെ വളഞ്ഞു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പം സന്ദീപ് പറഞ്ഞ മറുപടി ഈ സൂര്യ തേജസ്സാണ്, ആത്മീയതയുടെ ഒരു സൂര്യ തേജസ്സാണ് സമസ്ത, ആത്മീയ രംഗത്തെ സൂര്യ തേജസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമസ്തയുടെ നായകൻ, സമസ്തയെ നയിക്കുന്ന ആൾ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിത ശ്രേഷ്ഠനാണ് അദ്ദേഹം, വളരെ നല്ല, എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്, വളരെ നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വന്നു എന്നേ ഉള്ളൂ. ഇപ്പോഴാണ് അതിന് സാഹചര്യം ഒത്തത്, അതുകൊണ്ട് ഇപ്പം വന്ന് കണ്ടു. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിലും പുള്ളി പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. സമസ്തയുടെ സംഭാവനകൾ, അതായത് കേരള സമൂഹത്തിന് സമസ്ത നൽകിയിരിക്കുന്ന സംഭാവനകൾ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇങ്ങനെ വളരെ എന്താ പറയേണ്ട പുകഴ്ത്തിയൊക്കെ സംസാരിച്ചു. എല്ലാ സമുദായങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സമസ്ത നിർവഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പിന്നെ മാത്രമല്ല, എൻ്റെ ഈ മാറ്റത്തിന്, അതാണ് ഇതെല്ലാം പറഞ്ഞിട്ട് സന്ദീപ് അടുത്ത പറയുന്നത്, എൻ്റെ ഈ രാഷ്ട്രീയ മാറ്റത്തിന് എല്ലാ മതവിഭാഗങ്ങളുടെയും സമുദായങ്ങളുടെയും പിന്തുണ ലഭിച്ചു എന്നാണ് സന്ദീപ് അവകാശപ്പെടുന്നത്. അങ്ങനെ ആ അവകാശത്തെ നമുക്ക് അങ്ങനെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുമോ? എന്തായാലും സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ നാടകം, ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം കണ്ടിരിക്കാൻ വളരെയധികം മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് വരെ ഇത്തരം ആളുകളെയൊക്കെ ആക്ഷേപിക്കുകയും
അല്ല മുമ്പ് അങ്ങനെ ജിഹാദികൾക്കെതിരെയൊക്കെ അദ്ദേഹം ജിഹാദി എന്നല്ല പറയുന്നത്, ആ. ജിഹാദികൾക്കെതിരെയൊക്കെ വലിയ രീതിയിൽ പോരാട്ടമൊക്കെ നടത്തിയ, താലിബാനെതിരെയൊക്കെ വലിയ രീതിയിൽ സംസാരിച്ച സന്ദീപ് വാര്യർ ഇത്തരം പാണക്കാടും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയൊക്കെ പോയി കാണുന്നു എന്ന് പറയുന്നത് കാഴ്ച ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പണക്കാട് തങ്ങളെയോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയോ അല്ലെങ്കിൽ സമസ്തയെയോ ഇപ്പം ലീഗിനെ രാഷ്ട്രീയമായിട്ട് ആക്രമിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഇവരെല്ലാം അങ്ങനെ പേരെടുത്ത് പറഞ്ഞപ്പോൾ സമസ്ത ഒരു മതസംഘടനയാണ്, രാഷ്ട്രീയത്തിലേക്ക് അതിനെ വലിച്ചഴക്കേണ്ട കാര്യമില്ല. അങ്ങനെ സന്ദീപ് ആക്ഷേപിക്കുകയോ അതിനെതിരെ അല്ല, അവരെ ആക്ഷേപിച്ചെന്നല്ല, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പൊതുവെ സന്ദീപിന് ഉണ്ടായിരുന്ന ഒരു നിലപാട്, ഒരു ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയം, ഒരു വർഗീയവാദിയാണ് സന്ദീപ് എന്ന് നേരത്തെ ഒരു മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ലേബൽ അങ്ങനെ പറയാൻ സാധിക്കുമോ നമുക്ക്? കാരണം അല്ല, ബി ജെ പിയിൽ നിന്നതുകൊണ്ടോ ബി ജെ പിക്കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആശയം തന്നെയോ അങ്ങനെ വർഗീയമാണോ? ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, അവർ രാഷ്ട്രീയമായിട്ട് എതിരാളികളെ എതിർക്കുന്നുണ്ടാവും. ആളുകൾക്കിടയിൽ, സമൂഹ മാധ്യമങ്ങൾക്കിടയിൽ, ഞാൻ പറഞ്ഞു കേട്ടെ, സമൂഹ മാധ്യമങ്ങൾക്കിടയിൽ സന്ദീപ് വാര്യർക്കുള്ള മുഖം എന്ന് പറയുന്നത് വർഗീയവാദിയാണെന്നാണ്. നേരത്തെ അങ്ങനെ ഒരു മുഖമാണ് ഉണ്ടായിരുന്നത്. അതെ, ശരി. ഇപ്പോൾ അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? അതിനെ മാറ്റിയെടുക്കാനുള്ള ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ്, നീക്കങ്ങളുടെ, അതെ, അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പം പാണക്കാട് പോകുന്നതും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോയി കാണുകയൊക്കെ ചെയ്യുന്നത്. അതായത് യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ നിന്നുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നായിരുന്നു സന്ദീപ് വാര്യർ ആഗ്രഹിച്ചത്. അത് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് ബി ജെ പിയിൽ നിന്നിട്ട് പല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നേതൃത്വത്തിന് അനുസരിക്കാതെ ചെയ്യാനും സാധിക്കില്ല. ഇപ്പം സന്ദീപിൻ്റെ ആഗ്രഹങ്ങൾ ബി ജെ പിയിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന സന്ദീപിൻ്റെ ആഗ്രഹം സന്ദീപ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നമുക്കറിയാം, ഹലാൽ വിഷയം വന്നപ്പം വിവേകമാണ് വേണ്ടത്, വികാരമല്ല എന്ന് പറഞ്ഞ് അതിനെയൊക്കെ എതിർക്കുകയും പിന്നീട് സംഘടനയിൽ നിന്ന് കുറച്ചു കാലം സ്പോക്സ് പേഴ്സണിൽ നിന്ന് ഒരുപാട് കാലം അദ്ദേഹത്തെ മാറ്റി നിർത്തുകയൊക്കെ വക്താവ് സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വന്ന ആളാണ്. അപ്പോൾ സന്ദീപിൻ്റെ ഉള്ളിൽ നേരത്തെ തന്നെ ഒരു മതസൗഹാർദ്ദ മനസ്സുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ബി ജെ പിയിൽ ഉണ്ടായിരുന്നപ്പോൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതിപ്പോൾ കോൺഗ്രസിൽ വന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം മട്ടാഞ്ചേരി മാഫിയന്റെ പിടിയിലാണ് സന്ദീപ് വാര്യർ എന്നൊരു ശ്രുതിയും കേൾക്കുന്നുണ്ട്. അങ്ങനെ ചില ആളുകളും അത് സന്ദീപ് വചസ്പതിയെ പോലുള്ള നേതാക്കന്മാർ, ബി ജെ പി നേതാക്കൾ തെറ്റാണ്. അതെന്താ കാര്യമെന്ന് ഞാൻ വിശദീകരിച്ചു തരാം, വളരെ പെട്ടെന്ന് വിശദീകരിച്ചു തരാം. ചില മാധ്യമങ്ങളിൽ പോയിരുന്ന് സംസാരിക്കുകയാണ്. നേരത്തെ തന്നെ സന്ദീപ് വാര്യർ മട്ടാഞ്ചേരി മാഫിയയുടെ പിടിയിലാണ്, സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഈ രീതിയിലല്ലാതെ എങ്ങനെയാണ് ഒരു വർഗീയവാദിക്ക് സിനിമാ രംഗത്തൊക്കെ വലിയ രീതിയിൽ ശോഭിക്കാൻ വേണ്ടി സാധിക്കുമോ? പറ്റില്ല. അപ്പം ഇത്തരം ചെറിയ ഇതൊക്കെ നിലപാട് മാറ്റങ്ങളൊക്കെ ആവശ്യമാണ്. അല്ല, ഇത് ഈ മട്ടാഞ്ചേരി മാഫിയയുടെ കാര്യം സന്ദീപ് വചസ്പതി പറഞ്ഞതിനകത്തൊരു വലിയ പെശകുണ്ട്. കാരണം മട്ടാഞ്ചേരി മാഫിയയുടെ പേര് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഒരു LDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ LDFൻ്റെ സിനിമാക്കാരായ LDFലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടാണ് മട്ടാഞ്ചേരി മാഫിയയുടെ പേര് കേൾക്കുന്നത്. അതിന് UDF രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. UDFനുള്ളിലെ സിനിമാക്കാരും UDFുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സിനിമാക്കാരും കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, പല വിഭാഗങ്ങളുണ്ട് അല്ലേ. അവരുമായിട്ടൊന്നും മട്ടാഞ്ചേരി മാഫിയയെ കണക്ട് ചെയ്ത് ഇന്ന് വരെ ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അതേസമയം LDFിലെ പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിലെ പല പ്രമുഖ സിനിമാക്കാരും മട്ടാഞ്ചേരി മാഫിയയുമായി ബന്ധപ്പെട്ട് അവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്ദീപ് പോകേണ്ടിയിരുന്നത് LDFിലേക്കല്ലേ? മട്ടാഞ്ചേരി മാഫിയയാണ് ഇതിൻ്റെ പുറകിലെങ്കിൽ അല്ല, അതിൽ കാര്യമില്ല. അതിലൊന്നും കാര്യമില്ല. ഇത് PFI ഇതൊക്കെ വെറുതെ PFI SDPI പോലുള്ള പല മത ആശയങ്ങളും പിന്തുടരുന്ന ആളുകൾ കോൺഗ്രസിലുണ്ട് എന്ന് കോൺഗ്രസിലുണ്ട്, LDFിലും ഉണ്ട്. CPMനകത്താണ് അവർ വ്യാപകമായിട്ട് നുഴഞ്ഞു കയറി എന്നാണ് ആക്ഷേപം. കോൺഗ്രസിലും ഉണ്ട്. അല്ല, അത് ഇതിനകത്ത് ഇപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് അവരെ. ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തിന് സിനിമയോട് വലിയ താല്പര്യമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ ഫേസ്ബുക്കിലൊക്കെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ, അതുകൊണ്ട് സിനിമാ രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ, അതിൻ്റെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളിലൊക്കെ
താല്പര്യമുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചില നിലപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഇതിൻ്റെ. അല്ല, അത് നിൽക്കട്ടെ. എൻ്റെ ചോദ്യം, ഈ സന്ദീപ് വാര്യർ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടതിനെ കുറിച്ച് കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് സമയമായില്ല, ഏതാനും മണിക്കൂറുകളെ പറയാൻ വിട്ടുപോയി. എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ പ്രതികരണം എങ്ങനെയാണ് ആ കാര്യത്തിൽ? സന്ദീപ് വാര്യർ അദ്ദേഹം ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയാണല്ലോ കൊടുത്തത്. വലിയ വെള്ള കളർ വലിയ പുസ്തകം രാവിലെ തന്നെ പോയി. സോഷ്യൽ മീഡിയ പറയുന്നത് സന്ദീപ് വാര്യർ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോയി ട്രോളുകയാണോ എന്നാണ്. രാവിലെ തന്നെ, അതിരാവിലെ തന്നെ, അതും ഭരണഘടനയൊക്കെ ആയിട്ട്. ഇത്രയും വലിയൊരു മതവാദീൻ്റെ അടുത്താണോടാ ഭരണഘടനയായിട്ട് പോകുന്നത്? നീ എന്താണ് നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് ഉള്ളിൽ കൂടി സന്ദീപ് വാര്യർ ട്രോളുകയാണോ? ഇത് ഇന്ത്യയാണ്, അധികം കളിക്കരുത്, ഭരണഘടനയൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളൊരു ഒരു സന്ദേശമാണോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ? വളരെ സോഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സന്ദേശം ആണോ എന്നൊക്കെ അങ്ങനെ അത്തരം രീതിയിൽ ട്രോളുകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് വളരെ രസകരമായ സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. ഈ ഇവരെല്ലാവരും ഇപ്പം LDFും UDFും BJPയും സന്ദീപ് വാര്യരുടെ പോക്ക് ഒരർത്ഥത്തിൽ ഈ 3 വിഭാഗങ്ങളെ, 3 രാഷ്ട്രീയ മുന്നണികളെയും പിന്നെ വളരെയധികം എന്താ പറയേണ്ടത് സ്വാധീനിച്ചിട്ടുണ്ട്. 3 പേരെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സന്ദീപിൻ്റെ പോക്ക് BJPക്ക് ഒരു നഷ്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് നേട്ടമാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും, ഇപ്പുറത്ത് LDFനും അതിനകത്ത് ചില കൊതിക്കറവുകളുണ്ട്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ടെങ്കിലും ഒരു കൊതിക്കറവുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടി. സന്ദീപിനെ പോലൊരു ആള് ചടുലമായി സംസാരിക്കുന്ന ഒരു BJP നേതാവ് വന്നിരുന്നെങ്കിൽ അതുകൊണ്ട് പല രാഷ്ട്രീയ നേട്ടങ്ങളും ഉണ്ടാക്കാമായിരുന്നു. വളരെയധികം മാരകമായി BJPക്കെതിരെ പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും LDFന് സാധിക്കും. LDFന് അതിനുള്ള മിഷനറിയുണ്ട്. UDFും അതൊക്കെ ചെയ്യും. അപ്പോൾ UDFന് അതിനുള്ള ഒരു സന്ദർഭം കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊരു കൊതിക്കറവ് ഇവർക്കുണ്ട്, LDFനുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയം വളരെ രസകരമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്.